Thank you.
എല്ലാ ചാനലും റിപ്പോർട്ടർ കൂടുതൽ കുന്നമ്പാടിയ KSUവിന്റെ ഭാഗമായിട്ടുള്ള കല്ലെറിയുകയും SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്.
നമുക്കറിയാം ഇത് സ്വാഭാവികമാണ്. SFI KSU സംഘടനകൾ ഏർപ്പെടുന്നത് SFIക്കാരെ നിരന്തരം വേട്ടയിടുന്നത് ഇത് കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നില്ല. എന്നാൽ 10 കൊല്ലത്തിനിടയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലേക്ക് കേരളത്തിലെ പോലീസുകാര് വലതുപക്ഷത്തിന്റെ അപ്പക്കഷ്ണം ഇങ്ങനെ ഇരന്നു വാങ്ങുന്ന നായ്ക്കളെ പോലെയാകുന്ന ചിത്രമാണ് ഇന്നലത്തെ ദിവസം നമ്മൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ രുചിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ പോലീസുകാർ മാറിയിരിക്കുകയാണ്. SFIയുടെ സംസ്ഥാന ഭാരവാഹികളെ പോലീസുകാർ ആക്രമിക്കുകയാണ്. നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് SFIയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ സമരം സംഘടിപ്പിക്കുന്നത്. നിങ്ങളുടെ ലാത്തിയും സർവ്വ ഉപകരണങ്ങളുമായി SFIക്കാരെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ലേ? നമുക്കറിയാം SFIയുടെ സമരം പുറത്തു വെച്ച് അവസാനിപ്പിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത്? പ്രിയപ്പെട്ട പോലീസുകാരാ, നിന്റെ കയ്യിലെ തോക്കെന്നല്ല, നിന്റെ കയ്യിലെ ലാത്തിയും മറ്റ് ഏത് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാലും SFI ഇവിടെയാണ് ഈ പ്രകടനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയപ്പോൾ അകത്തു നിന്ന് തുപ്പുന്ന ചില പോലീസുകാർ നമ്മൾ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് സമരത്തെ റോപ്പ് കൊണ്ടും ലാത്തി കൊണ്ടും നേരിടുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മകഷ്ടം രുചിക്കുന്ന കോൺഗ്രസിന്റെ വാലാട്ടി പട്ടികൾ ഇവിടെ തുപ്പുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ചില പോലീസുകാരായി ഇത്തരത്തിൽ പരിണമിച്ചിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? വർഷങ്ങൾക്കപ്പുറം കൂത്തുപറമ്പിന്റെ തെരുവിൽ വെടിയേറ്റ് മരിച്ച KV റോഷൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പ്രസ്ഥാനമാണ് SFI. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താം എന്നായിരുന്നെങ്കിൽ പണ്ടേ ഈ സംഘടന ഈ ഭൂമിയിൽ നിന്ന് അപ്രദൃശ്യമാകുമായിരുന്നു എന്ന് നിങ്ങൾ കാണണം. പ്രിയപ്പെട്ടവരെ, ഞാൻ SFIയുടെ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ഇത് കേവലമായ ഒരു സൂചന മാത്രമാണ്. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവർ തന്നെയാണ് ഇവിടുത്തെ SFIയുടെ ഭാഗമായി ഈ സമരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ നിർത്തിയിട്ട കാര് ഒഴിക്കാനായിരുന്നു തീരുമാനമെങ്കിൽ അത് തകർത്ത് സൂചിപ്പിക്കുകയാണ്. ഞാൻ വിശദമായിട്ട് ഇതിന്റെ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ പ്രകടനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് SFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന ആദർശാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്ന അഖിലയാണ്. അഖിലയും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദർശം ക്ഷണിക്കുന്നു. ഇവിടെ ഇത്തരത്തിലെ ഒരു സമരം നടത്തുന്നതിനെ കുറിച്ച് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെയാണ് കേരള സർവകലാശാലയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. നിങ്ങൾക്കറിയോ? അത് മാത്രമല്ല, നിങ്ങൾക്കറിയോ ഇതിനുശേഷം ഒന്ന് മൂത്രം ഒഴിക്കാൻ പോയിക്കോട്ടെ. SFI ഇല്ലാതാക്കി കളയാമാണ് അത് എന്ന് പറയുന്ന സംഘടന വിജയിക്കുന്ന നിലയിലായി. വിജയിക്കുവാൻ വേണ്ടിയിട്ട് KSUവിന് സാധിച്ചില്ല. KSU ബോധപൂർവം അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോയി. ഈ കേരളത്തിനകത്ത് ഏതാനും ദിവസം മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഭരണകൂടത്തിന്റെ കരുത്തിങ്ങനെ എങ്ങനെയെല്ലാം കാട്ടിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരുൾപ്പെടെ ഇങ്ങനെ KSUക്കാരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന നിലയടക്കമുണ്ടായി. SFIക്ക് എത്ര നിങ്ങളിങ്ങനെ അടിച്ചടിച്ചു വിട്ടാലും ഞങ്ങൾ ഒരു പടി പോലും മുന്നോട്ടേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായില്ല. ഈ നാടിനകത്തെ മുഴുവൻ KSUക്കാരോടുമാണ്
എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്? യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ, സ്കൂൾ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ടല്ലോ. അതുപോലെയല്ല കേരളത്തിനകത്തെ SFIക്കാരിങ്ങനെ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നത്. ഞങ്ങളുടെ ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയിട്ടുള്ളവരാണ് ഈ KSUവിന്റെ പ്രവർത്തകർ. ഇങ്ങനെ ധീരജിനെയും അഭിമന്യുവിനെയും ഇങ്ങനെ അഷറഫിനെയും അങ്ങനെ 35 മനുഷ്യരെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊന്നു കളഞ്ഞതിന്റെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലിട്ടാട്ടിക്കൊണ്ട് ഈ വേദന ഇങ്ങനെ കടിച്ചമർത്തിക്കൊണ്ടാണ് സംഘടനാ പ്രവർത്തനം SFI നടത്തി പോകുന്നത്. പിന്നെ എങ്ങനെയാണ് ക്യാമ്പസുകൾ ഞങ്ങൾ എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ അതോടനുബന്ധിച്ച് ഉണ്ടായ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വിവിധ അക്രമ സംഭവങ്ങളും മറ്റു പലതും നടന്നു. അതോടനുബന്ധിച്ചിട്ടുണ്ടായതാണ് ഇപ്പോൾ ഇവിടെ തൃശ്ശൂരും കണ്ണൂരും ഇതേപോലുള്ള സ്ഥലങ്ങൾ. എന്താണ് ഇതിൻ്റെ ശരിയായ ഒരു ഉദ്ദേശം? ഈ ഒരു സാധാരണഗതിയിൽ ഇതുപോലുള്ള ഒരു സമരം SFI പോലുള്ള ഒരു വലിയ സംഘടന, വിദ്യാർത്ഥി സംഘടന നടത്തുമ്പോൾ അതിന് ഒരു കാതലായ ഭാഗമുണ്ടാകും. എന്താണത്? ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും സമാധാനപൂർവ്വം ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന SFI പ്രവർത്തകർ നേരെ കല്ലെറിയുന്ന നിലയാണ് KSU എന്ന നിലയിലേക്ക് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രകടനത്തിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള പ്രകടനത്തിൻ്റെ ഭാഗമായി ഇന്ന് SFIയുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ, സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലാണ്. ഏറ്റവും വിദ്യാർത്ഥികൾക്കിടയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനയുടെ പേരാണ് SFI. വിവിധ സർവകലാശാല തെരഞ്ഞെടുപ്പുകളിൽ SFI വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല KSUവിന് എന്നത് മാത്രമല്ല, ഇതിൻ്റെ വിറളി പൂണ്ടതിൻ്റെ ഭാഗമായി SFI പ്രവർത്തകർക്ക് നേരെ കഴിഞ്ഞ ദിവസം വരുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മൾ കാണുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ നിലയിലേക്ക് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് SFI വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് വരുമെന്നാണ് പറയാനുള്ളത്. നമുക്കറിയുന്ന പോലെ ഇന്നലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയാണ് കേരള സർവകലാശാല. അപ്പോൾ കേരള സർവകലാശാല തിരഞ്ഞെടുപ്പിൽ SFIയുടെ യൂണിയൻ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയാണ്. അതായത് കേരളത്തിലെ വിദ്യാർത്ഥികൾ, കേരള സർവകലാശാല വിദ്യാർത്ഥികൾ SFIയുടെ രാഷ്ട്രീയമാണ് ശരി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് SFIയെ വിജയിപ്പിക്കുകയാണ്. എന്നാൽ ആ വിജയിച്ചതിന് ശേഷം, സ്വാഭാവികമായിട്ടും വിജയിച്ചതിന് ശേഷം ഏതു സംഘടനയായാലും വിജയിച്ച വിദ്യാർത്ഥികൾ അണിനിരത്തിക്കൊണ്ട് പ്രകടനം സംഘടിപ്പിക്കും. എന്നാൽ ആ പ്രകടനത്തിന് നേരെ ഇന്നലെ കാണാനിടയായിട്ടുള്ളത് KSUവിൻ്റെ പ്രവർത്തകർ കല്ലും വടിയും ഉപയോഗിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന നിലയാണ് ഇന്നലെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് വിചാരിക്കും ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. KSUക്കാർ എല്ലാ കാലത്തും SFIയുടെ പ്രകടനത്തിന് നേരെ അക്രമം ഇങ്ങനെ അഴിച്ചുവിടുന്നതാണ്. എന്നാൽ ഇന്നലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമീപനം, സാധാരണ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വിഷയം ഉണ്ടാക്കുന്ന ആളുകളെയാണ് പോലീസ് അവിടെ നിന്ന് മാറ്റേണ്ടത്. എന്നാൽ ഇന്നലെ SFIക്കാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന നിലയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. SFIയുടെ സംസ്ഥാന ഭാരവാഹികൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റെ കൈ ഉൾപ്പെടെ പോലീസുകാർ അടിച്ചൊടിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് SFI ജില്ലാ കേന്ദ്രങ്ങളിലേക്ക്, SP ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലും ഈ അവധിക്കാലമായിരുന്നിട്ടും 100 കണക്കിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് SFI ഇന്നിവിടെ പ്രകടനം നടത്തിയിരിക്കുകയാണ്. ഇത് കേവലമായിട്ട് മുഴുവൻ പോലീസുകാരോടും നമ്മളെ എതിർപ്പൊന്നുമില്ല. പക്ഷേ പോലീസുകാർക്കിടയിൽ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്തണം, കേരളത്തിലെ UDFൻ്റെ സർക്കാരെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്താം എന്ന് വിചാരിച്ചുകൊണ്ട് SFIക്ക് നേരെ കനത്ത അക്രമം അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോലീസുകാർ ശ്രമിക്കുന്നത്. ഇതിനെ SFI ശക്തമായിട്ട് പ്രതിരോധിക്കുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നൊരു സൂചന എന്ന രീതിയിൽ SFIയുടെ ഐതിഹാസികമായിട്ടുള്ളൊരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സമരത്തിൽ ഉൾപ്പെടെ പെൺകുട്ടികളെ ഉൾപ്പെടെ ഇവിടുത്തെ പോലീസുകാർ ആക്രമിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സമീപനത്തോടെയാണ് SFIയുടെ സമരത്തെ അടിച്ചമർക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾ ഈ കണ്ണൂർ ജില്ലയും ഇവിടുത്തെ തെരുവും SFIയുടെ ഭാഗമായി കാണിക്കും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.